Prayer ചെയ്യാം. To the universal supreme God, divine Father, divine Mother, our beloved most respected teacher, Guru Master Chua Lord Mahaguruji Meli, all the holy gurus, all the holy masters, all the saints, archangels, holy angels, spiritual helpers, my higher soul, my divine self, thank you for your priceless blessings. Thank you. Deepest gratitude, respect, love. We thank you, thank you, thank you. നമസ്തേ, സെഷനിലേക്ക് വരാം. സോ 2026 ന്യൂ ഇയർ ന്യൂ സെൽഫ്, ന്യൂ ഇയർ ന്യൂ സെൽഫ്, റിഫ്ലക്ട് ആൻഡ് റിസോൾവ് ഫോർ എ ഹാപ്പി പീസ്ഫുൾ പ്രോസ്പെറസ് ന്യൂ ഇയർ. സോ ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ആചാരമാണ്. നാളെ 1-ാം തീയതി മുതൽ ഞാൻ നല്ലൊരു ആളായിരിക്കും, ഒരു പുതിയ ആളായിരിക്കും എന്ന് പറയും. അത് കുറെ വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഞാനൊരു പുതിയ ആളായിരിക്കും, പുതിയ ആളായിരിക്കും, പുതിയ വർഷത്തിൽ ഞാൻ പുതിയ ആളായിരിക്കും എന്നുള്ളത്. സോ ഇത് നമുക്കിത് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും തമാശയായിട്ട് തോന്നും. ഇത് കുറെ കാലമായി കേൾക്കുന്നു, കഴിഞ്ഞ വർഷം നീ ഇത് തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയും. പക്ഷെ അതില് എനിക്കും പലപ്പോഴും ആൾക്കാർ ഈ റെസൊല്യൂഷൻസ് ഒക്കെ, ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എല്ലാം പറയുമ്പോഴൊക്കെ ഞാനും വലിയ അളവില് അതിനൊരു പരിഹസിക്കുന്ന രീതിയിലായിരുന്നു ഞാനും അതിനെ കണ്ടിരുന്നത്. കാരണം എല്ലാ ന്യൂ ഇയറിനും ഉണ്ടാവും ആൾക്കാർ പല സ്വഭാവങ്ങളും. 31-ന് നിർത്തും, മിക്കവാറും 1-ാം തീയതി കൂടെ പിടിച്ചു നിൽക്കും, 2-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ ആയിട്ട് സൗകര്യം പോലെ തുടങ്ങും. അപ്പോ എന്തിനാ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇത് എന്തിനാ ഇങ്ങനെ ഒരു, അവർക്ക് തന്നെ അറിയാം അവർക്ക് പറ്റില്ല എന്നുള്ളത്, പിന്നെ എന്തിനാ ഇങ്ങനെ ഈ ഒരു വേഷം കെട്ടൽ എന്നൊക്കെ അങ്ങനെ തോന്നും. പക്ഷെ അതിന് പിന്നിൽ ഒരു സത്യമുണ്ട്. നമ്മളൊക്കെ പറയും പലപ്പോഴും, ഞാനൊക്കെ പല ക്ലാസ്സിലും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ഒരുപക്ഷെ നമുക്കിപ്പോ ഈ നമ്മുടെ ഒരു ഉണർന്ന ബോധത്തില്, നമുക്ക് ഒരു വേക്കിംഗ് കോൺഷ്യസ്നെസ്സിൽ നമുക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ പോലും നമ്മളൊക്കെ ആത്യന്തികമായിട്ടുള്ള ആഗ്രഹവും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യവും ഈശ്വര സാക്ഷാത്കാരവും ആത്മീയ വളർച്ചയൊക്കെയാണെന്ന്. സോ സത്യത്തില് ആളുകൾ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളിലുള്ള എന്താ പറയാ, നമുക്ക് ഇങ്ങനെ പോരാ, മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കണം, മെച്ചപ്പെട്ട സ്വഭാവം ഉണ്ടാവണം, നല്ല വ്യക്തിയാവണം എന്ന് എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതിന്റെ ഒരു വലിയൊരു റിഫ്ലക്ഷനാണ് ഇങ്ങനെയുള്ള റെസൊല്യൂഷൻസ് ഒക്കെ. അതേപോലെ തന്നെ പലപ്പോഴും നമ്മൾ ചില റിലീജിയസ് ആയിട്ടുള്ള ചില ചില വ്രതങ്ങളും ഒക്കെ ഉണ്ടാവും. സോ മതപരമായിട്ടുള്ള വ്രതങ്ങളാണ്. പലപ്പോഴും അതില് വലിയ അളവിൽ അതിൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ, അത് ആചരിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് പലപ്പോഴും ഉയർന്ന ആത്മീയ തലത്തിലുള്ള ആൾക്കാർ തന്നെ ആയിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അതേപോലെ അവരെ അതേ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന പല ആൾക്കാരും അവർക്ക് തന്നെ ബോധ്യമുണ്ട്, ഞാനൊരു നേരിട്ട് ഒരു വഴിവിട്ട ജീവിതം നയിക്കുന്ന ആളാണ്, ഞാനൊരു ശരിയായ പാതയിലൂടെ പോകുന്നയാളല്ല എന്ന് തോന്നുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഇത്തരം റിലീജിയസ് ആയിട്ടുള്ള ഈ വ്രതാനുഷ്ഠാനങ്ങളിലൊക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോ റെസൊല്യൂഷനും ഓരോ ന്യൂ ഇയറിലും അല്ലെങ്കിൽ ഓരോ വ്രതാനുഷ്ഠാനങ്ങളുടെ ആരംഭത്തിലൊക്കെ ആളുകളുടെ ഉള്ളില് വലിയ അളവില് നന്നാവണം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പോയാൽ പോരാ, വലിയ ചേഞ്ച് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം, ഇതെല്ലാവരുടെ ഉള്ളിലും ഉള്ളതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ കാണുന്നത്. ഇനി ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നുണ്ട്, നമ്മളുടെയൊക്കെ വൈകല്യങ്ങൾ എന്ന് പറയുന്നത് ശരിക്ക് അതിന് ഈ ഉള്ളിയുടെ തൊലി പോലെ ഇങ്ങനെ ലെയേഴ്സ് ഉണ്ട് അത്രേ, ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ട് വരികയാണെന്ന്. ഇപ്പൊ റിയ നേരത്തെ ആ ഇൻട്രൊഡക്ഷന്റെ സമയത്ത് പറഞ്ഞ കഥ, ആ സംഭവം. സോ നമ്മുടെ ഉള്ളിൽ നല്ല ആളായിട്ട് ഇരിക്കണം. ഈവൻ നമ്മളോട് മോശമായിട്ട് പെരുമാറിയ ഒരാളാണെങ്കിൽ പോലും അയാളുടെ ഒരു 10 പൈസ, അയാളുടെ ഒരു വൈകല്യം കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഒരു 10 രൂപ നമ്മളെ കയ്യിൽ വേണ്ട. അവൻ പറ്റിക്കപ്പെടണ്ട. നമ്മളെ വേദനിപ്പിച്ചവനാണെങ്കിലും നമ്മളോട് മോശം പ്രവർത്തിച്ചവനാണെങ്കിൽ പോലും അയാൾ പറ്റിക്കപ്പെടരുത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. വലിയ അളവില് മാത്രമല്ല, ഈ കുറച്ച് വർഷങ്ങളായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് മുമ്പുള്ള ആളുകൾ മുഴുവനും ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരായിരുന്നു, അല്ലെങ്കിൽ
ഈ വാല്യൂസോ പ്രിൻസിപ്പിൾസോ ഒന്നും പാലിക്കാത്തവരായിരുന്നു എന്നൊന്നും അല്ല. എന്നാലും കുറെയൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ പല ഫീൽഡിലും ബിസിനസ്സിലും മറ്റ് മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രവണതയിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചുകൂടെ ആളുകൾ കൂടുതൽ എത്തിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആൾക്കാർ കുറച്ചുകൂടെ ജീവിതത്തിൽ കുറെ മൂല്യങ്ങളൊക്കെ പാലിക്കണം, അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കണം എന്ന് ചിന്തിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു 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 അവരുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ മറ്റൊന്ന്, റീസെന്റ് ആയിട്ട് കാണുന്ന പല പല മാർക്കറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ് ഇമ്പ്രൂവ്മെന്റിനുള്ള വർക്ക്ഷോപ്സ്, ചില മോട്ടിവേഷൻ ക്ലാസ്സുകൾ, ഇവിടെയൊക്കെ തന്നെ എല്ലാവരും വലിയ വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൽ വലിയ വാല്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങളുടെ പ്രൊഫഷൻ എന്തും ആയിക്കൊള്ളട്ടെ, ജീവിതത്തിൽ മൂല്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം, ഈ മൂല്യങ്ങളാണ് നിങ്ങളെ വളർത്തുന്നത് എന്ന് എന്ന് എന്താ പറയാ, വളരെ പ്രാധാന്യത്തോട് കൂടിയിട്ട് അതിനെ സെഷൻസിലൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്കൂൾ ഓഫ് വെർച്യൂസ് എന്ന് പറയുന്നത് ഇതിനു വേണ്ടി മാത്രം സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്കൂളാണ്. സദ്ഗുണങ്ങൾക്ക് വേണ്ടി മാത്രം, നമ്മുടെ ജീവിതത്തിൽ സദ്ഗുണങ്ങൾ പാലിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് പഠിപ്പിക്കാൻ. നമുക്ക് പഠിപ്പിക്കുക എന്നുള്ളത്, നമ്മളൊരാളെ സദ്ഗുണം പഠിപ്പിക്കുക, അയാൾ അത് കണ്ട് സദ്ഗുണ സമ്പന്നനാവുക, ഒരർത്ഥത്തിൽ അത് പോസിബിൾ അല്ല. കാരണം ഓരോരുത്തർക്കും അവരവര് ചില സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, അവരുടെ ബോധത്തെ ഉയർത്തി, അവർ കാര്യങ്ങളെ മനസ്സിലാക്കി, അങ്ങനെ അത് മാത്രമാണ് അവരിൽ ആ ചേഞ്ച് ഉണ്ടാവുന്നത്. നമ്മളൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് എന്തോ ഒരു കാര്യം അഡ്വൈസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ആ ചേഞ്ച് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകളിൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും, ചില ആളുകളിൽ സ്ലോ ആയിരിക്കും, അങ്ങനെ വലിയ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ സ്കൂൾ ഓഫ് വെർച്യൂസ് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്കിവിടെ വലിയൊരളവില് നമ്മൾ എന്തും ചുറ്റുപാടൊന്നും സ്വീകരിക്കുന്നവരാണ്. നമുക്ക് ചുറ്റുപാടുന്ന ആരോഗ്യം സ്വീകരിക്കാൻ പറ്റും, നമുക്ക് ചുറ്റുപാടുന്ന രോഗം സ്വീകരിക്കാൻ പറ്റും, നമുക്ക് ചുറ്റുപാടുന്ന സമാധാനം സ്വീകരിക്കാൻ പറ്റും, നമുക്ക് ചുറ്റുപാടുനിന്നും അതേപോലെ തന്നെ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ സ്വീകരിക്കാൻ പറ്റും. ചുറ്റുപാടുകളിൽ നിന്നും ദാരിദ്ര്യം സ്വീകരിക്കാം, അതേപോലെ ചുറ്റുപാടുകളിൽ നിന്നും സമ്പദ് സമൃദ്ധി സ്വീകരിക്കാം. നമ്മുടെ എൻവയോൺമെന്റ്, ഗ്രാൻഡ് മാസ്റ്റർ പറയും, എൻവയോൺമെന്റ് ക്യാൻ കണ്ടാമിനേറ്റ്. എൻവയോൺമെന്റിനെ നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് ഒരു സ്ട്രെസ് ഒന്നുമില്ല, നമ്മളെ അറിയുന്നവരോ നമ്മളുമായിട്ട് യാതൊരു രീതിയിൽ കണക്ട് ചെയ്യപ്പെട്ടവരോ ഒന്നും അല്ലാത്ത ഒരു വ്യക്തിയുടെ മരണം, മരണോ അല്ലെങ്കിലും സംസ്കാര ചടങ്ങുകളോ ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ബന്ധുക്കളുടെ, ഈവൻ വിഷ്വൽ മീഡിയയിലൂടെ ആണെങ്കിൽ പോലും ബന്ധുക്കളുടെയും അവരുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ദുഃഖവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേനും നമ്മളെ ചുറ്റുമുള്ള അന്തരീക്ഷം ദുഃഖത്തിൻ്റെതായിട്ട് മാറും. അപ്പോൾ നമ്മൾ അസിമുലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അബ്സോർബ് ചെയ്യുന്ന എനർജി പറയുന്ന ദുഃഖത്തിന്റെ ആയിരിക്കും. സോ നമുക്ക് അത് എന്താവും, നമുക്ക് ദുഃഖം ഉണ്ടാവും. ഈവൻ ഒരു മൂവി കാണുമ്പോൾ, മൂവിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കുത്തിരുന്ന് കാണുന്നത്. ഈ നടൻ മരിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം, പക്ഷെ അത് കഥാപാത്രമാണ് മരിച്ചതെന്നും ഇത് സാങ്കല്പികമാണെന്നും കഥയാണെന്നും എല്ലാം അറിയാം. പക്ഷെ ആ അന്തരീക്ഷം പറയുന്നത് ഈ ഈ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ നിന്നാണ് നമ്മൾ പ്രാണ അല്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുന്നത്. ആ എനർജിയിൽ എന്തുണ്ടാവും, ആ എനർജിയിലെല്ലാം തന്നെ ഈ സങ്കടത്തിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും ഒക്കെ ചൈതന്യം ഉണ്ടാവും, അല്ലെ എനർജി ഉണ്ടാവും. ഇത് നമ്മളെ അഫക്ട് ചെയ്യും. ഇതാണ് എൻവയോൺമെന്റ് ക്യാൻ കണ്ടാമിനേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യം പറയുന്നത്, ഈ സദ്ഗുണങ്ങളെ കുറിച്ച് ധാരാളമായിട്ട് പറയുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിന്റെ കുറെ ഫീഡ്ബാക്കുകൾ, ഇപ്പം നേരത്തെ റിയ പറഞ്ഞ പോലത്തെ ഒരുപാട് അനുഭവ കഥകൾ പറയുക, അത് ഷെയർ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്ന ചുറ്റുപാടും, അല്ലെ നമ്മുടെ ഗൃഹാന്തരീക്ഷമൊക്കെ ഈ വാല്യൂസിന്റെ എനർജി കൊണ്ട് നിറയും, ജീവിത മൂല്യങ്ങളുടെ ചൈതന്യം കൊണ്ട് നിറയും. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ഉള്ള ചുറ്റുപാടിന് നമ്മളെ വലിയ സ്വാധീനമുണ്ട്. ഒരു മൂവിയില് ഒരു സന്തോഷിപ്പിക്കുന്ന ഒരു മൂവിയാണ്, നമുക്ക് സന്തോഷം ഉണ്ടാവും. ദുഃഖം ഉണ്ടാവുന്ന മൂവിയാണ്, നമുക്ക് ദുഃഖം ഉണ്ടാവും. സ്ട്രെസ് ഉണ്ടാക്കുന്ന മൂവിയാണ്, സ്ട്രെസ് ഉണ്ടാവും. അതൊക്കെ അന്തരീക്ഷത്തിലുള്ള ആ എനർജിയാണ്. അതേപോലെ നമ്മൾ അന്തരീക്ഷത്തിൽ സദ്ഗുണത്തിന്റെ അല്ലെങ്കിൽ ജീവിത മൂല്യങ്ങളുടെ എനർജി ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല നമ്മളും നമ്മുടെ കുട്ടികളും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഈ ഗുണങ്ങളൊക്കെ പ്രകടാക്കാൻ തുടങ്ങും. എങ്ങനെയാ ഗുണങ്ങൾ പ്രകടാക്കുക?
സ്ട്രെസ് ഉള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ അയാൾ സ്ട്രെസ് പ്രകടാക്കും. നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അയാൾ ഹാപ്പിനെസ് പ്രകടാക്കും. അതേപോലെ ജീവിത മൂല്യങ്ങളുടെ അന്തരീക്ഷത്തിൽ ഒരാള് നിൽക്കുന്ന സമയത്ത് അയാളില് ജീവിത മൂല്യങ്ങൾ പ്രകടാവാൻ തുടങ്ങും. അപ്പൊ യഥാർത്ഥത്തില് നമ്മള് ഒരാളോട് എന്താ പറയാ, അയാളെ ആവർത്തിച്ച് അയാളെ ഉപദേശിക്കുന്നതിലൂടെ അല്ല അയാളിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ എന്നോ നന്നാവണം. ഒരേ സദ്ഗുണം തന്നെ, ഒരേ സ്വഭാവം തന്നെ, ഒരേ നല്ല കാര്യം തന്നെ നമ്മൾ എത്രയോ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നവരോട്. അത് കുട്ടികളെ കാര്യമായിട്ട് ഇരിക്കട്ടെ, ആദ്യം നമ്മൾ നന്നാവണം. കാര്യം നമുക്ക് തന്നെ എത്രയോ ചെറിയ കാലം മുതലേ, ചെറിയ പ്രായം മുതലേ എത്രയോ തവണ ആവർത്തിച്ച് നമുക്ക് ഈ ഉപദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഉപദേശങ്ങൾ വേണ്ടാന്നല്ല, നമുക്ക് വേണ്ടത് ഫ്രീക്വന്റ് ആയിട്ട് ഈ ഉപദേശങ്ങൾ വേണം. ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് ആളുകൾ ഡിസ്കസ് ചെയ്യണം. ഇതിന്റെ അനുഭവ കഥകൾ പറയണം. പിന്നെ ഇത് ജീവിതത്തിൽ പാലിച്ചത് വഴി നമുക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരളവിൽ നമ്മുടെ ചുറ്റുപാടുള്ള ലോകത്തെ ജീവിത മൂല്യങ്ങളുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ വീട്, നമ്മുടെ ഗൃഹാന്തരീക്ഷം, നമ്മുടെ നാട്, നമ്മുടെ സംസ്ഥാനം, നമ്മുടെ രാജ്യം, ഇതൊക്കെ ഈ ജീവിത മൂല്യങ്ങളുടെ ചൈതന്യം കൊണ്ട് നിറയ്ക്കുക. ഇതാണ് സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ ലക്ഷ്യം. അപ്പൊ അങ്ങനെ ജീവിത മൂല്യത്തിന്റെ ചൈതന്യം എല്ലായിടെയും നിറയുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുന്ന വായുവില് അതുണ്ട്, നമ്മൾ അബ്സോർബ് ചെയ്യുന്ന പ്രാണയിൽ അതുണ്ട്, നമ്മുടെ വൈകാരിക കേന്ദ്രങ്ങൾ അബ്സോർബ് ചെയ്യുന്ന ഇമോഷൻസിൽ അതുണ്ട്, നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ മനോമണ്ഡലങ്ങൾ സ്വീകരിക്കുന്ന തോട്ട് ഫോംസിൽ, ചിന്താരൂപങ്ങളിൽ അതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്തായി, നമ്മുടെ വാക്കുകളിൽ ഈ സദ്ഗുണം ഉണ്ടാവും, നമ്മുടെ ചിന്തകളിൽ ഈ ജീവിത മൂല്യങ്ങൾ ഉണ്ടാവും, വാക്കുകളിൽ ജീവിത മൂല്യങ്ങളെ കുറിച്ച് പറയും, സദ്ഗുണങ്ങളെ കുറിച്ച് പറയും, നമ്മുടെ പ്രവർത്തികൾ സത്പ്രവർത്തികളായിട്ട് മാറും. അപ്പൊ ഇങ്ങനെ ഈ ചൈതന്യത്തിന്റെ സ്വാധീനത്തിൽ നമ്മളെല്ലാവരും നല്ല പ്രവൃത്തി, സൽപ്രവൃത്തി ചെയ്യുന്നവരും അതേപോലെ തന്നെ സത്ചിന്തകളുള്ളവരും അതേപോലെ തന്നെ സദ്വാക്കുകൾ പറയുന്നവരായിട്ട് വലിയ സദ്ഗുണ സമ്പന്നരായിട്ടുള്ള ഒരു തലമുറ, സദ്ഗുണ സമ്പന്നരായിട്ടുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ ലക്ഷ്യം. അപ്പൊ ഇവിടെ നമ്മൾ പറയും സ്കൂൾ ഓഫ് ഹീലിംഗിന്റെ 3-4 വിങ്സിനെ പറ്റി പറയും. വിങ്സ് ഓഫ് വിസ്ഡം പറയുന്ന ചെറിയ കുട്ടികൾക്കുള്ളതാണ്. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയോ 9 വയസ്സ് വരെയോ കൊണ്ടുള്ള കുട്ടികൾക്കുള്ളതാണ്. ദെൻ അടുത്തത് എന്താണ്, വിങ്സ് ഓഫ് കമ്പാഷൻ, കുറച്ചുകൂടെ 3 വയസ്സ് കൂടുതലുള്ള കുട്ടികൾക്ക് 9 to 11. ദെൻ വിങ്സ് ഓഫ് ഫോർച്യൂൺ 14 to 17. ദെൻ ക്ലബ് ഫോർച്യൂൺ 18 ഓൺവേർഡ്സ്, 18 വയസ്സ് മുതൽ. അപ്പൊ നമുക്കൊരു 5 വയസ്സ് മുതലുള്ള കുട്ടികളിൽ ഈ ഇതിന്റെ 4 വിങ്സും ആരംഭിക്കുന്നത്, ഓരോ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പൊ പലർക്കും ഒരു സംശയമാണ്, ഈ കുട്ടികളെ എങ്ങനെയാ ക്ലാസ്സിൽ ഇരിക്കുന്നത്. പല പാരന്റ്സും അതുകൊണ്ട് തന്നെ കുട്ടികളെ ചേർത്തില്ല, ഈ കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കില്ല എന്നുള്ള കാരണം കൊണ്ട്. നമ്മൾ പറഞ്ഞു അത് കുട്ടികൾക്ക് വേണ്ടിയല്ല, ആ ഏജിലുള്ള പാരന്റ്സിന് വേണ്ടിയാണ് ഈ ക്ലാസ്സുകൾ. ആ ഏജിലുള്ള പാരന്റ്സിനല്ല, ആ ഏജിലുള്ള കുട്ടികളുള്ള പാരന്റ്സിന് വേണ്ടിയാണ്. അപ്പൊ എന്താണ്, അവർ ഈ സെഷനിൽ പങ്കെടുക്കും. നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം സദ്ഗുണങ്ങളെ കുറിച്ചുള്ള കഥകൾ പറയും, അതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ് പറയും, നമ്മൾ ലൈഫായിട്ട് റിലേറ്റ് ചെയ്ത് പറയും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും, അതിന്റെ അനുഭവങ്ങളെ കുറിച്ച് പറയും. ഇത് നിങ്ങൾ പ്ലേ ചെയ്യുന്ന വീടുകളിൽ ഇത് കേട്ടിരിക്കുന്ന നമ്മളുടെ ഊർജ ശരീരത്തിലും, നമ്മളുടെ വൈകാരിക ശരീരത്തിലും, നമ്മുടെ മനോമണ്ഡലങ്ങളിലും, നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിലൊക്കെ ഈ സദ്ഗുണത്തിന്റെ ചൈതന്യം നിറയും. ഈ സദ്ഗുണത്തിന്റെ ചൈതന്യം നിറയും എന്താ, നമ്മൾ ചുറ്റുപാടുള്ളതാ നമ്മൾ സ്വീകരിക്കുക. ഇപ്പൊ ഒരു ചെടി വളരാൻ എടുക്കുന്നത് ആ മണ്ണിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറും മിനറൽസും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ചുറ്റിലുള്ള എനർജി ഉപയോഗിച്ചാണ് നമ്മൾ വളരുന്നത്. അപ്പൊ ഇങ്ങനെ വളരുമ്പോൾ നമ്മളെ കുട്ടികളുടെ സംസാരത്തിൽ എന്ത് കലരും, ഈ സദ്ഗുണത്തിന്റെ ചൈതന്യം കലരും. അവരുടെ ചിന്തകളിൽ ഈ സദ്ഗുണത്തിന്റെ ചൈതന്യം കലരും. അവരുടെ വാക്കുകളിൽ കലരും. അവരുടെ പ്രവൃത്തികളിൽ കലരും. അപ്പൊ അങ്ങനെ നമ്മളെ വീട്ടിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ, സദ്ഗുണാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു കുടുംബമായിട്ട്, ഒരു ഹോളി ഫാമിലി ആയിട്ട് അത് മാറും. ഹോളി ഫാമിലി പറയുന്ന വലിയ കോൺസെപ്റ്റാണ്. പരിശുദ്ധ കുടുംബം അല്ലെങ്കിൽ വിശുദ്ധ കുടുംബം പറയുന്നത് എല്ലാ മതപാരമ്പര്യങ്ങളിലും ഉണ്ട്. ക്രൈസ്റ്റും മദറും എല്ലാവരും ഇരിക്കുന്ന ഹോളി ഫാമിലിയുടെ ഫോട്ടോ ഉണ്ട്. ദെൻ ഹിന്ദു ട്രഡീഷനിലുണ്ട് ശിവനും പാർവതി സുബ്രഹ്മണ്യനും എല്ലാം ഇരിക്കുന്ന ഹോളി ഫാമിലി. സോ
ഇതെല്ലാം ഗുണങ്ങളാണ്, നമ്മൾ ഓരോരുത്തരിലുള്ള ഗുണങ്ങളാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെയും ഗുണങ്ങളൊക്കെ ഹോൾസം ആവുമ്പം, നല്ല ഗുണങ്ങളായിട്ട് വരുമ്പോൾ ആ ഫാമിലി മുഴുവൻ, നമുക്ക് അതിനെ ഹോളി ഫാമിലി പറയാം, ഹോളി ഫാമിലി പറയാം. സോ എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളും നിങ്ങളുടെ കുട്ടികളും കുടുംബാംഗങ്ങളും ഒക്കെ ഈ നല്ല വെർച്യൂസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, സദ്ഗുണങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാല്, എന്താണ് സംഭവിക്കുക എന്ന് ചോദിച്ചാല് നമുക്കറിയാം ഈശ്വരൻ അദൃശ്യനാണെന്നറിയാം. അദൃശ്യനായിട്ടുള്ള ഈശ്വരനാണ് എല്ലാ പ്രവർത്തികളും, നമ്മളെ സൃഷ്ടി സ്ഥിതി പരിപാലനമൊക്കെ ഈശ്വരനാ ചെയ്യുന്നതെന്നറിയാം. ഈശ്വരന്റെ ഈശ്വരന്റെ ഈ ഒരുപാട് ദൈവികമായിട്ടുള്ള പദ്ധതികളുണ്ട്. നമ്മളെ ഭൂമിയിൽ സംഭവിക്കേണ്ട ഒരുപാട് ദൈവികമായിട്ടുള്ള പദ്ധതികൾ, വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ. എല്ലാത്തിന്റെ പിന്നിലും ദൈവിക പദ്ധതിയാണ്, ഈശ്വരനാണ്. അപ്പൊ ഈ ദൈവിക പദ്ധതി നടപ്പാക്കാൻ വേണ്ടി, ദൈവികമായിട്ടുള്ള പദ്ധതി നടപ്പാക്കാൻ വേണ്ടി അതിന് നല്ല ഗുണങ്ങളുള്ള, ദൈവിക ഗുണങ്ങളുള്ള ആളുകളെ ചൂസ് ചെയ്യും. ദൈവിക ഗുണങ്ങളുള്ള ആളുകളെ ചൂസ് ചെയ്യും. സോ ഇത് എവിടുന്നായിരിക്കും? ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നായിരിക്കും. ഇത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നായിരിക്കും ഈ ആളുകളെ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചില ചില ഫാമിലീസിനെ പറ്റി പറയുന്നത്? ആ ഫാമിലിയിൽ കുറെ പേര് ഡോക്ടേഴ്സ് ആണ്, കുറെ പേര് എഞ്ചിനീയേഴ്സ് ആണ്, കുറെ പേര് IAS കാരുണ്ട്, കുറെ പേര് വലിയ ബിസിനസ്സുകാരുണ്ട്, അങ്ങനെയാന്ന് പറയും. സോ അതേപോലെ പറയും, ആ ഫാമിലിയിൽ എല്ലാവരും എല്ലാവരും ഉയർന്ന ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ വലിയ ഉയർന്ന നിലയിൽ എത്തിയവരാണ്. എന്തുകൊണ്ടാണ് അവരെയൊക്കെ ഉയർന്ന നിലയിലേക്ക് സെലക്ട് ചെയ്തത്? അവരിലൊക്കെ ഉള്ള ഗുണങ്ങൾ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അവരിലുള്ള ഗുണങ്ങളാണ് ആ ഫാമിലിയിലും ആ കുടുംബാന്തരീക്ഷത്തിലും നിറഞ്ഞിരുന്ന സദ്ഗുണങ്ങളുടെ ചൈതന്യം. ആ സദ്ഗുണങ്ങളുടെ ചൈതന്യം സ്വാംശീകരിച്ച് വളർന്ന ഇവരുടെയൊക്കെ വാക്കുകളിലും ചിന്തകളിലും പ്രവൃത്തികളിലും ഒക്കെ ആ ഗുണങ്ങൾ നിറയാൻ തുടങ്ങി. ഓക്കെ, ഉന്നതമായിട്ടുള്ള ചിന്ത എന്ന് പറഞ്ഞാല് സദ്ഗുണാധിഷ്ഠിതമായ ചിന്ത. ഉന്നതമായ ചിന്തയിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? വേറൊരാളെ വേദനിപ്പിക്കണമെന്നുണ്ടാവില്ല, കളവ് പറയണമെന്നുണ്ടാവില്ല, ഒരാളെ പറ്റിക്കണമെന്നുണ്ടാവില്ല, ഒരാളത് മോഷ്ടിക്കണമെന്നുണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത ചിന്തകളാണ് ഉന്നതമായ ചിന്തകൾ, ഉന്നതമായ വികാരങ്ങൾ. അവിടെ ഒരാളോട് ദേഷ്യം ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, ഇതൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിനെയാ ഉന്നതമായ വികാരങ്ങൾ എന്ന് പറയും. ഉന്നതമായ പ്രവൃത്തി എന്താണ്? നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും നമുക്കും അതേപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും എപ്പോഴും ഗുണമുള്ളതായിരിക്കണം. ഒരാൾക്ക് പോലും അതുകൊണ്ടൊരു മോശം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഉന്നതമായ പ്രവർത്തികൾ ഇത് ചെയ്യുന്ന ആളുകളെയാണ് ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുക. ഇതിനു വേണ്ടി ഈ ഇത്തരത്തിലുള്ള ഗുണങ്ങളുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കുക. അപ്പോ എന്തിനു വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം? നമുക്ക് ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ തലമുറയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നമ്മളുടെ പുതിയ തലമുറ, ഇവരൊക്കെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി, ഉന്നതമായ ജീവിതം നയിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒക്കെ നമ്മൾ ഉറപ്പുവരുത്തണം ഇവർക്കൊക്കെ സഫിഷ്യന്റ് ആയിട്ടുള്ള സദ്ഗുണങ്ങളുടെ ചൈതന്യം, സഫിഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കണം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ. സോ ഇതുകൊണ്ട് മതപരമായിട്ട് പറയും, എല്ലാ മതപാരമ്പര്യങ്ങളിലും പറയും, എല്ലാ ദിവസവും വീട്ടില് വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യണം. ഓരോ മതപാരമ്പര്യങ്ങൾക്കും വേദഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങൾ ദിവസവും പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവും, അവിടെ എപ്പോഴും ആരോഗ്യം ഉണ്ടാവും, അവിടെ എപ്പോഴും എന്തുണ്ടാവും? അവിടെ എപ്പോഴും പരസ്പരം സമാധാനം ഉണ്ടാവും, പരസ്പരം സാഹോദര്യം ഉണ്ടാവും, ഐക്യം ഉണ്ടാവും. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പം രാമായണോ ഭാഗവതോ പോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഓരോ ഭാഗം വായിക്കുമ്പോഴും പറയും, ഇന്ന ഭാഗം വായിച്ചു കഴിഞ്ഞാലും സഹോദരന്മാർ തമ്മിൽ നല്ല ഐക്യം ഉണ്ടാവും, ഇന്ന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നല്ല ശ്രേയസ് ഉണ്ടാവും, ഇന്ന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാവും, ഇന്ന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സൊല്യൂഷൻ ഉണ്ടാവും. എന്താ ഇത് പറയാൻ കാരണം? ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അവിടെ ജനറേറ്റ് ചെയ്യുന്ന ചൈതന്യം ഇതിനൊക്കെ സഹായിക്കുന്നതാണ്. സെയിം സംഗതിയാണ് നിങ്ങൾ സ്കൂൾ ഓഫ് വെർച്യൂസിൽ പങ്കെടുക്കുമ്പോഴും, സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ഓരോ ക്ലാസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴും, അതിന്റെ ഓരോ പ്രോഗ്രാമുകളിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോഴും അവിടെയൊക്കെ ഈ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സത്യസന്ധരായിരിക്കണം, നമ്മൾ വേറെ ആളത് ആഗ്രഹിക്കാൻ പാടില്ല, അത് മോഷ്ടിക്കാൻ പാടില്ല,
അതേപോലെ നമ്മൾ നല്ല ഊർജ്ജസ്വലത ഉള്ളവരും സ്ഥിരോത്സാഹമുള്ളവരായിരിക്കണം. നമ്മൾ നല്ല സ്നേഹമുള്ളവരായിരിക്കണം. മറ്റുള്ള ആൾക്കാരോട് ക്ഷമിക്കുന്നവരായിരിക്കണം. ഇതൊക്കെ വരുമ്പോഴുണ്ടല്ലോ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഉദാരതയുടെയും സത്യത്തിന്റെയും വെളിച്ചത്തിന്റെയും പ്രോസ്പിരിറ്റിയുടെയും ഐക്യത്തിന്റെയും സൗഖ്യത്തിന്റെയും സമാധാനത്തിന്റെയും ഒക്കെ ചൈതന്യം ഇതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങളുടെ ഗൃഹാന്തരീക്ഷത്തിൽ നിറയും. ഇതൊക്കെ സ്വാംശീകരിച്ച് വളരുന്ന നിങ്ങളുടെ കുട്ടികള്, നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ പുതിയ തലമുറ, ഇവരൊക്കെ നല്ലവരായിട്ട് മാറും. നല്ലവരായിട്ട് മാറും. അപ്പൊ എങ്ങനെയാണോ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. പണ്ട് മുതലേ ഉള്ള ഒരു കാര്യമാണ്. അതേപോലെ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാല് അതിനു വേണ്ടി ഇനി ഇങ്ങനെ വായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇതിന്റെ റെക്കോർഡ് പഴയ പണ്ടൊക്കെ കാസറ്റും സിഡിയും ഒക്കെ വെച്ചിട്ട് അത് പ്ലേ ചെയ്യും. രാമായണത്തെ അങ്ങനെ പ്ലേ ചെയ്യും, അല്ലെങ്കിൽ ഗീത പ്ലേ ചെയ്യും, അങ്ങനെയൊക്കെ ഖുർആൻ പ്ലേ ചെയ്യും, ബൈബിള് പ്ലേ ചെയ്യും. ഇതൊക്കെ ചെയ്യാം. അപ്പോഴും എന്താണ് അതിന്റെയൊക്കെ എനർജി അവിടെ ഉണ്ടാവും. ഇതൊക്കെ നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല കാര്യങ്ങൾ പറയുന്ന. ഇനി രണ്ടാമത്, ഈ എനർജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ശ്രദ്ധിച്ചു കേൾക്കണേ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെയാണെങ്കിൽ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെയോ അല്ലെങ്കിൽ വെർച്യൂസിനെ പറ്റിയുള്ള ക്ലാസ്സുകളുടെ വീഡിയോ റെക്കോർഡിങ് എങ്ങനെ മേടിച്ചിട്ട് അത് വീട്ടിൽ പ്ലേ ചെയ്താൽ പോരെയാണ്. ഈ എനർജിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എനർജി എത്രയോ മടങ്ങായിട്ട് വർദ്ധിക്കും. നമുക്ക് ഇത്ര ടൈംസ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം ഇൻഫിനിറ്റ്ലി അത് മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോ ഉദാഹരണത്തിന് ഒരു പ്രാണി ഹീലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. നിങ്ങൾ രണ്ട് സാധനങ്ങൾ, ഒരേപോലത്തെ രണ്ട് സാധനങ്ങൾ വെക്കുക. ഒരേപോലത്തെ ഒരു ഗ്ലാസ്സിൽ, രണ്ട് ഗ്ലാസ്സിൽ വെള്ളം വെക്കുക. ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് നിങ്ങൾ ഒരു 2-3 മിനിറ്റ് സമയം വെറുതെ നോക്കി നിൽക്കുക. ദെൻ നിങ്ങൾ സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആദ്യത്തെ നിങ്ങൾ നോക്കാത്ത ഗ്ലാസ്സിലെ വെള്ളത്തെക്കാളും എത്രയോ മടങ്ങ് എനർജി ആ നിങ്ങൾ നോക്കിയ ഗ്ലാസ്സിൽ ഉണ്ടാവും. പിന്നെ സ്കാൻ ചെയ്യുന്ന പ്രാണി ഹീലേഴ്സിന് അറിയാം, സ്കാൻ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നോക്കി കുറേ സ്കാൻ ചെയ്യുമ്പോൾ കാണാം അവിടുത്തെ എനർജി കൂടി 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 വരുന്നത്. അപ്പൊ നമ്മുടെ ശ്രദ്ധയും കൂടി അതിലേക്ക് വരുമ്പോഴുണ്ടല്ലോ ആ ആ വെർച്യൂസിന്റെ ചൈതന്യം എത്രയോ സട്ടിലായിട്ട് മാറും. അത് വർദ്ധിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് വളരെ സൂക്ഷ്മമായിട്ട് മാറും. അത് സൂക്ഷ്മമായി കഴിഞ്ഞാൽ എത്ര എത്ര കണ്ട് എന്താ പറയാ, നമ്മൾ പറയില്ലേ തീരെ സദ്ഗുണം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ ഫുള്ള് മോശ സ്വഭാവമായിട്ട് നടക്കുന്നവരാണ് എങ്കിൽ പോലും, എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഈ അതിസൂക്ഷ്മമായിട്ടുള്ള ഈ ചൈതന്യത്തെ അവർക്ക് അസിമുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് സംഭവിക്കും എന്നറിയാം, ഈ അന്തരീക്ഷത്തില് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ ആളുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ പ്രകടമാവാൻ തുടങ്ങും. വലിയ മാറ്റങ്ങൾ പ്രകടമാവാൻ തുടങ്ങും. അപ്പൊ ഇതാണ് എന്താ പറയാ, സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിലൂടെ, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ കുടുംബാംഗങ്ങളിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഒരുപാട് പേര്, ഇപ്പം റിയ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്. ഇവൻ എൻ്റെ മറ്റുള്ള സെഷൻസിലൊക്കെ പലതും പ്രാണി ഹീലേഴ്സിനും അർത്ഥാത് യോഗ പ്രാക്ടീഷേഴ്സിനും ഒക്കെ ഉള്ള സെഷൻസ് ആണ്. അവർ പലരും പറയും പലപ്പോഴും ഇവരുടെ സെഷൻ കേട്ടിട്ട് കുട്ടികളിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ അവർ പറയും ഞാൻ ഈ സെഷൻ കേൾക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ അടുത്തും കുട്ടികളുടെ അടുത്തൊക്കെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അവരിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഈ കേട്ട ഞാനാണ് ചെയ്യാത്തത്, ഈ അറ്റൻഡ് ചെയ്യാത്ത അവര് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പം പറഞ്ഞ ആൾക്കാർ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ, പക്ഷെ അനുഭവമുള്ള ആൾക്കാർ കുറെ പേരുണ്ടാവും. കാര്യം എന്താണ്, നിങ്ങൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന ചൈതന്യത്തെ നിങ്ങൾ കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ അത് അതിസൂക്ഷ്മമായിട്ട് മാറും. അതിസൂക്ഷ്മമാകുമ്പോൾ അത് ഈസി ആയിട്ട് എല്ലാവരിലേക്കും അത് പെനിട്രേറ്റ് ചെയ്യും. അതിന്റെ കോൺഷ്യസ്നസ് എത്രയോ മടങ്ങായിട്ട് വർദ്ധിക്കും. അതിന്റെ സ്വാധീനം വളരെ വലുതായിരിക്കും. അതിന്റെ സ്വാധീനം വളരെ വലുതായിരിക്കും. സോ ഞാന് നിങ്ങളടുത്ത് ഇപ്പൊ ഒരു പുതിയ വർഷം, ഒരു പുതിയ ഞാൻ, അല്ലെങ്കിൽ പുതിയ സെൽഫ് പറഞ്ഞാൽ നമ്മുടെ സോള്, അല്ലെങ്കിൽ സ്വയം നമ്മളൊരു പുതിയ ആയി മാറുക എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും തന്നെ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ സെഷൻസിൽ എല്ലാ ആഴ്ചയിലും ഒരു ½ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെങ്കിലും ശരി, ആരെങ്കിലുമൊക്കെ കേട്ടിരിക്കുക, ഇല്ലെങ്കിൽ പ്ലേ ചെയ്യുമെങ്കിലും ചെയ്യുക. എന്നിട്ട് എന്ന് കരുതി ഇത് മറ്റേ സന്ധ്യക്ക് പാട്ട് വെക്കുന്ന പോലെ വെക്കുന്നതല്ല കേട്ടോ, അങ്ങനെയല്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിന്റെ ഒരു ഭാഗമാണെന്ന് ഉറപ്പിക്കുക. സോ റെക്കോർഡിംഗ് ഒക്കെ ഉള്ളതാണെങ്കിൽ റെക്കോർഡിംഗ് ഒക്കെ സൗകര്യം പോലെ കേൾക്കുക. പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിനെ കാണണം എന്നുള്ള ആൾക്കാർക്ക് മാസത്തിലാകെ 50 രൂപയല്ലേ മാറ്റി വെക്കേണ്ടുള്ളൂ. 50 രൂപ മാസത്തിൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷം മുഴുവനും അതിന്റെ
ഈ എന്താ പറയാ ബാച്ചസിൽ പങ്കെടുക്കാൻ പറ്റും. 4 ബാച്ചിലെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഈ ജാനുവരി മുതലാണ്, ഇപ്പൊ കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി സെഷൻസ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ ജാനുവരി മുതലാണ് അതിന്റെ ശരിക്കുള്ള ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുക. അങ്ങനെ നിങ്ങൾ ആരംഭിക്കുക. സോ അങ്ങനെ ഉണ്ടെങ്കിൽ 2026 എന്ന് പറയുന്ന വർഷം ശരിക്കും നിങ്ങൾക്കൊരു പുതിയ വർഷമായിരിക്കും. അത് നിങ്ങൾക്ക് സദ്ഗുണസമ്പന്നരായിട്ടുള്ള ആ, പുതിയ അതെ, സദ്ഗുണസമ്പന്നരായിട്ടുള്ള കുടുംബാംഗങ്ങളെ നൽകുമല്ലോ, അല്ലെ നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ സദ്ഗുണസമ്പന്നരായിട്ട് മാറും. നിങ്ങളും നിങ്ങളുടെ വീടും കുടുംബാന്തരീക്ഷമൊക്കെ സദ്ഗുണത്തിന്റെ ചൈതന്യം കൊണ്ട് നിറയും, സൂക്ഷ്മോർജത്തിന്റെ ചൈതന്യം കൊണ്ട് നിറയും. ഈ സദ്ഗുണം എന്ന് പറയുന്നത് ദൈവികമായ ഗുണങ്ങളെയാ സദ്ഗുണം എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ കുടുംബാന്തരീക്ഷം, ബിസിനസ്, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സർവവും ദൈവാനുഗ്രഹം കൊണ്ട് നിറയും. സോ ദൈവാനുഗ്രഹം നിറയുമ്പോൾ, അവിടെ സൂക്ഷ്മമായിട്ടുള്ള ചൈതന്യം നിറയുമ്പോൾ അവിടെ ഒരു കഷ്ടപ്പാടുണ്ടാവില്ല. ഒന്നെന്താണ്, ഈ രോഗത്തിന് കാരണമായിട്ടുള്ള ഊർജം എന്ന് പറയുന്നത് വളരെ ഗ്രോസറാണ്, തിക്കാണ്, ഹെവിയാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും ഗൃഹാന്തരീക്ഷത്തിലൊക്കെ സൂക്ഷ്മ ഊർജ്ജമാണെങ്കിൽ അവിടെ ഒരിക്കലും അസുഖം ഉണ്ടാവില്ല. ഈ സൂക്ഷ്മോർജത്തിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഊർജം വളരെ സൂക്ഷ്മമാവുന്നതനുസരിച്ച് അതിന്റെ വൈബ്രേഷൻ എത്രയോ മടങ്ങായിട്ട് വർദ്ധിക്കും. ആ ഉയർന്ന വൈബ്രേഷനിൽ ഒരിക്കലും താഴ്ന്ന വൈബ്രേഷനുള്ള രോഗാണുക്കൾക്കോ താഴ്ന്ന വൈബ്രേഷനുള്ള രോഗോർജത്തിനോ ഒരു രോഗാവസ്ഥയ്ക്കും നിലനിൽക്കാൻ സാധിക്കില്ല. ഇതാണ് ഹീലിംഗിന്റെ സിസ്റ്റം. ഇത് തന്നെയാണ് ഹീലിംഗിന്റെ സിസ്റ്റം. ഇതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷം, നിങ്ങളുടെ കുട്ടികളിൽ, നിങ്ങളുടെ ഗൃഹാന്തരീക്ഷത്തിലൊക്കെ തന്നെ ഈ സൂക്ഷ്മമായിട്ടുള്ള ചൈതന്യം നിറയുന്ന സമയത്ത് അവിടെ താഴ്ന്ന വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ഫ്രീക്വൻസി ഉള്ള വികാരം എന്നാ പറയാം. താഴ്ന്ന ഫ്രീക്വൻസി ഉള്ള വികാരമാണ് ദേഷ്യം, വിദ്വേഷം. ഇതൊക്കെ താഴ്ന്ന ഫ്രീക്വൻസി ഉള്ള വികാരങ്ങളാണ്. ഇതിനൊന്നും നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ പരസ്പരം ദേഷ്യം പിടിക്കാനോ വിദ്വേഷത്തോടെ ഇരിക്കാനോ പിണങ്ങാനോ ഒന്നും പറ്റില്ല. അവിടെ സ്ട്രെസ് എനർജിക്കോ ടെൻഷനോ ഒന്നും അവിടെ ഒരു സ്ഥാനമില്ല. കാരണം സ്ട്രെസ്സിന്റെയും ടെൻഷന്റെയും ഫിയറിന്റെയും പേടിയുടെയും ആങ്സൈറ്റിയുടെയും ഒക്കെ എനർജി പറയുന്നത് ഗ്രോസർ എനർജിയാണ്. അത് ലോ വൈബ്രേറ്റിംഗ് എനർജിയാണ്. നിങ്ങളുടെ ഓറയും ചക്രയും നിങ്ങളുടെ ഗൃഹാന്തരീക്ഷവും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓറയും ചക്രയൊക്കെ ഈ സട്ടിൽ എനർജി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ട്രെസ്സോ ടെൻഷനോ ഇറിറ്റബിലിറ്റിയോ ആങ്സൈറ്റിയോ ഒന്നും നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കോ നിങ്ങളുടെ 7 അയലത്തുണ്ടാവില്ല. മറ്റൊന്ന്, ഈ ദാരിദ്ര്യത്തിന്റെ എനർജി പറയുന്നത് വളരെ ഗ്രോസർ ആയിട്ടുള്ള എനർജിയാണ്, സ്റ്റിക്കി ആയിട്ടുള്ള എനർജിയാണ്, തിക്കർ ആയിട്ടുള്ള എനർജിയാണ്. സോ നിങ്ങളുടെ ഈ ഇത്തരത്തിലുള്ള സദ്ഗുണത്തിന്റെ ചൈതന്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓറയും ചക്രയും നിങ്ങളുടെ ഗൃഹാന്തരീക്ഷവും നിങ്ങളുടെ കുടുംബാന്തരീക്ഷവും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓറയും ചക്രയൊക്കെ അതിസൂക്ഷ്മമായിട്ട് മാറുമ്പോൾ അവിടെ ദാരിദ്ര്യത്തിനോ കഷ്ടപ്പാടിന്റെ ഒന്നും ലോ വൈബ്രേറ്റിംഗ് എനർജിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അവിടെ നിലനിൽക്കാൻ പറ്റുന്ന എനർജി പറയുന്നത് പ്രോസ്പെരിറ്റിയുടെ, എബണ്ടൻസിന്റെ, ഫൈനാൻഷ്യൽ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ ഹയർ വൈബ്രേറ്റിംഗ് എനർജിക്ക് അവിടേക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ നിങ്ങൾ സ്കൂൾ ഓഫ് വെർച്യൂസിൽ പങ്കെടുത്തുകൊണ്ട്, സ്കൂൾ ഓഫ് വെർച്യൂസിൽ ജോയിൻ ചെയ്തുകൊണ്ട് അതിന്റെ വ്യത്യസ്തമായ ബാച്ചുകളിൽ നിങ്ങൾക്ക് 18 വയസ്സിന് മേലുള്ള എല്ലാവർക്കും ക്ലബ് ഫോർച്യൂണിൽ പങ്കെടുക്കാം. പിന്നെ നിങ്ങളുടെ കുട്ടികളൊക്കെ ഏത് ഏജാണ്, ക്ലബ് ഫോർച്യൂണിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ സെഷനിലും പങ്കെടുക്കാം. സോ നിങ്ങളുടെ കുട്ടികളുടെ ഏത് ഏജ് ആയാലും അതിലൊക്കെ പങ്കെടുക്കാം. ക്ലബ് ഫോർച്യൂണിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഫാമിലിക്ക് എല്ലാ മെമ്പേഴ്സിനും എന്താ പറയാ, ഇൻഡിവിജ്വലി അവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. അവർക്ക് ഇൻഡിവിജ്വൽ ഐഡിയിൽ ജോയിൻ ചെയ്യാനുള്ള അവരെ പെർമിറ്റ് ചെയ്യും. സോ ഇങ്ങനെ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പുതിയ വർഷത്തില് 2026 നമുക്ക് നമ്മളുടെ ഓറയും ചക്രയും നമ്മുടെ ശരീരവും, നമ്മുടെ ഭൗതിക ശരീരം മാത്രമല്ല നമ്മുടെ വൈകാരിക മാനസിക ശരീരവും നമ്മുടെ ഗൃഹാന്തരീക്ഷവും നമ്മുടെ ഓഫീസ് അന്തരീക്ഷവും നമ്മുടെ ബിസിനസ് അന്തരീക്ഷവും ഒക്കെ സൂക്ഷ്മോർജം കൊണ്ട്, ദൈവിക ചൈതന്യം കൊണ്ട് നിറച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹയർ വൈബ്രേറ്റിംഗ് എനർജി കൊണ്ട് നിറച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ലോവർ വൈബ്രേഷന്റെ എനർജി ആയിട്ടുള്ള ആ രോഗാവസ്ഥയെ നമുക്ക് മാറ്റിക്കളയാൻ സാധിക്കും. അശാന്തിയുടെയും സമാധാനമില്ലായ്മയുടെ എനർജിയെ മാറ്റിക്കളയാൻ സാധിക്കും. മനപ്രയാസത്തിന്റെയും ദേഷ്യത്തിന്റെയും വിദ്വേഷത്തിന്റെയും ഉത്കണ്ഠയുടെ എനർജിയെ കളയാൻ സാധിക്കും. പേടിയുടെ എനർജിയെ കളയാൻ സാധിക്കും. ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെ എനർജിയെ
എടുത്ത് ദൂരെ കളയാൻ സാധിക്കും. അങ്ങനെ 2026 എല്ലാവരിലും നല്ല ആരോഗ്യം നൽകുന്ന, സമാധാനം നൽകുന്ന, സ്നേഹവും സന്തോഷവും സമ്പദ് സമൃദ്ധിയും നൽകുന്ന സൂക്ഷ്മോർജത്തെ നിങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും കുടുംബാന്തരീക്ഷത്തിലും ഗൃഹാന്തരീക്ഷത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ സർവ്വതിലും നിറച്ചുകൊണ്ട് ആരോഗ്യമുള്ളതും ദീർഘായുസുള്ളതും സമാധാനമുള്ളതും സന്തോഷമുള്ളതും സമ്പദ് സമൃദ്ധി ഉള്ളതും ദൈവിക സംരക്ഷണം ഉള്ളതുമായിട്ടുള്ള ഒരു 2026 തുടർന്ന് അങ്ങോട്ടുള്ള വർഷങ്ങളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അതിനു വേണ്ടി നിങ്ങൾ സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ഭാഗമാവുക, വിങ്സ് ഓഫ് ഫോർച്യൂണിന്റെ ഭാഗമാവുക, വിങ്സ് ഓഫ് വിസ്ഡത്തിന്റെ ഭാഗമാവുക, പിന്നെന്താണ് വിങ്സ് ഓഫ് കമ്പാഷന്റെ ഭാഗമാവാം, ദെൻ ക്ലബ് ഫോർച്യൂണിന്റെ ഭാഗമാവാം, സ്കൂൾ ഓഫ് വെർച്യൂസിന്റെ ഭാഗമാവാം. ആത്മാ നമസ്തേ. വിഷിംഗ് യു ഓൾ a happy, peaceful, prosperous, healthy New Year. Thank you. നമസ്തേ. സർ പറഞ്ഞ എന്തെങ്കിലും ക്ലാരിറ്റി സെഷനെ കുറിച്ചോ എന്തെങ്കിലും ക്ലാരിറ്റി വേണ്ടതുണ്ടോ ആർക്കെങ്കിലും? ഇഫ് എനിവൺ വാണ്ട്സ് ടു ഷെയർ, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലും ഷെയർ ചെയ്യാം. നിങ്ങൾ സ്കൂൾ ഓഫ് വിങ്സ് ഓഫ് വിസ്ഡത്തിലും വിങ്സ് ഓഫ് കമ്പാഷനിലും വിങ്സ് ഓഫ് ഫോർച്യൂണിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് സ്കൂൾ ഓഫ് ഹീലിംഗ് ആൻഡ് മെഡിറ്റേഷന്റെ സോഹത്തിന്റെ ഒരു സ്പെഷ്യൽ ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ട്. സോ നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിലേക്ക് അതിന്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് 10:30 to 12:30 ആണ്. രാത്രി 10:30 മുതൽ 12:30 വരെയുള്ള സമയമാണ്. അതിൽ ജോയിൻ ചെയ്യാം. ഈ 4 ബാച്ചിലും ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അതിൽ ജോയിൻ ചെയ്യാം. സോ ആ ലിങ്ക് ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യാം. അടുത്ത സെഷനിലേക്ക് നമുക്ക് കിടക്കാം. മാസ്റ്ററോട് ആദ്യം തന്നെ ഒരു വലിയ താങ്ക്സ് ഫോർ ബ്ലെസ്ഡ് ന്യൂ ഇയർ ഈവ്. ഇത്രയും വലിയൊരു എന്താ പറയാ സെഷൻ നമുക്ക് മാസ്റ്റർ ബ്ലെസ് ചെയ്ത് തന്ന സാറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫ് എങ്ങനെ 2026 എത്രയും ഭംഗിയാക്കാവോ, എത്രയും ബ്ലെസ്ഡ് ആക്കാമോ എന്ന് സാറ് വളരെ ലളിതമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനെ എങ്ങനെ നമുക്ക് വാർത്തെടുക്കാമെന്നുള്ളതും വളരെ സിമ്പിളായിട്ട് വളരെ എനർജി ആയിട്ട് എല്ലാ രീതിയിലും സർ അത് ബ്ലെസ് ചെയ്ത് നമുക്ക് പറഞ്ഞു തന്നു. സാറിനും ഒരുപാട് നന്ദി. ജോയിൻ ചെയ്ത ഓരോ മെമ്പേഴ്സിനും വളരെയധികം താങ്ക് യു ആൻഡ് ബ്ലെസ്ഡ് ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. Thank you so much. Happy New Year to all.